What boys and girls കാണുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ തിരിച്ചു കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. 2 ദിവസത്തെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ച ഒരു വീഡിയോ എടുത്തായിരുന്നു. അന്ന് ഞാൻ വ്ളോഗ് എടുത്തില്ല. എന്തായാലും ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം മുടക്കി വ്ളോഗ്. അത് അറിഞ്ഞുകൊണ്ടല്ല, എന്ന് വെച്ചാൽ സാറിനുള്ള മെയിൻ കാരണം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എൻ്റെ ലാപ്ടോപ്പ് ഇല്ല, ഉള്ളത് സിസ്റ്റമാണ്. സിസ്റ്റം നാട്ടിലായിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എഡിറ്റ് ചെയ്യണ്ടേ, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ വന്നാൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്നാലും അതൊക്കെ വിട്, നമുക്ക് ഒരു ക്യാമറയൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. ക്യാമറ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത ക്യാമറ തിരിച്ചുകൊണ്ട് കൊടുക്കാനുണ്ട്. ക്യാമറ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ 3 ക്യാമറ കൊടുക്കാനുണ്ടത്. ഇതല്ലാതെ കുറച്ച് ലൈറ്റും ട്രൈപോഡും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. എന്താ വെള്ളം വീണ എവിടുന്നെങ്കിൽ? പക്ഷേ എവിടെ നിന്ന് വന്നു? പശയൊക്കെ എവിടെ നിന്ന് ലീക്ക് ആകുന്നു? എനിക്കൊന്ന് എൻ്റെ ട്രൈപോഡിൽ നിന്ന് ലീക്ക് ആകുന്ന പശയാണെന്ന് തോന്നുന്നത്. നമ്മൾ ക്യാമറ കൊടുക്കേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥലത്ത് റോഡ് ഇത്ര തിങ്ങിക്കൂടി കിടക്കുന്നുണ്ട്. ദൈവമേ, വളയ്ക്കാനൊക്കെ ടാസ്ക്. നമുക്ക് ക്യാമറയും കൊടുക്കാണ്ട് വേറെ കുറേ സ്ഥലങ്ങൾ കൊടുക്കാണ്ട്. ഇതേണ്ട് ലൈറ്റ്, ഇത് ട്രൈപോഡൊക്കെ തുറന്നു വരുന്നുണ്ട്. അവരുടെ സ്റ്റാൻഡ്, ഈ ചെറിയ സ്റ്റാൻഡ്. എൻ്റെ വിരൽ ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോടാ ഇവർ. അങ്ങനെ പേ ചെയ്യണം. ഞാൻ കോൾ വിളിക്കുകയാണ്, ഞാനിവിടെ സ്ഥലത്തില്ല. ഹലോ, ഞാൻ സാധനം കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പൈസ കത്തുമാരെ എനിക്ക് അറിയുന്ന പോലെ കേട്ടാ. ഇപ്പൊ ഫുള്ളും കടത്തിലാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അമ്മയുടെ സ്വർണ്ണം വല്ല വെക്കാൻ പറയേണ്ടി വരും. എനിക്ക് ഇത്ര വീഡിയോ 1 മാസത്തിൽ എന്ത് ചിലവ്? എൻ്റെ പൈസ കാണുന്നില്ല. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 40,000 രൂപ മേടിച്ച്. ഇനി ഒരു 40,000 രൂപ മേടിച്ചാലേ ചിലപ്പം ഈ മാസം എനിക്ക് കയറി പോകത്തുള്ളൂ. എഡിറ്റിങ്ങിനും വീഡിയോയ്ക്കും എല്ലാം കൂടി ഇപ്പം നല്ല ചിലവ് കൂടി. എന്തായാലും ആട്ടെ, എന്നാലും ഈ വീഡിയോ ഈ മാസം എല്ലാം സെറ്റാക്കി ഞാനിത് പ്രോഫിറ്റ് ആക്കി എടുക്കും. അടുത്ത മാസത്തേക്ക് കുറച്ചെങ്കിലും പ്രോഫിറ്റ് അല്ല, പിന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ മതി. പ്രോഫിറ്റ് ആക്കി എടുത്തിരിക്കും. പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വർഷം ഞാൻ 1 കോടി രൂപയെങ്കിലും ഉണ്ടാക്കും. 1 കോടി നമുക്ക് ടച്ച് ചെയ്യും വർഷം. ഇപ്പൊ എത്ര ലക്ഷമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. 1 കോടി നമുക്ക് നോക്കാം. 1 കോടിയൊക്കെ പറ്റുമായിരിക്കും. ഇതൊക്കെ നിസ്സാരം. 1 കോടിയൊക്കെ പറ്റായിരിക്കേണ്ട ആവശ്യം. എന്തായാലും 1 കോടി ചെലവെങ്കിലും ആക്കും. പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ഇല്ല, ചെലവെങ്കിലും ആക്കില്ല. അവിടെ ഇരിക്കുന്ന കണ്ട കക്ഷി കാലും മടക്കി. മോഹം കണ്ടാ അറിയാം എന്ത് നിഷ്കളങ്കതയാണെന്ന്. വന്നേർന്നില്ല. കുറച്ച് വർക്കൗട്ട്സ് മാത്രമേ ഉള്ളൂ. പണി കൂടുതല. ജോലി വീട്ടിലിരിക്കില്ല. നാളെ ഞാൻ 24 hours 10,000 calories സ്റ്റാർബക്സ് ചാലഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത്ര മെനക്കെട്ടുണ്ടാക്കിയ ബൈസെപ്സ് എല്ലാം പോകുന്നോർത്ത് ചെയ്യണ്ടേന്ന് ഓർക്കുക. ഒരാഴ്ചത്തേക്ക് സെറ്റ് ബാക്ക് ആയി പോകും. പിന്നെ ഞാൻ 10,000 calorie ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സെറ്റ് ബാക്ക് ആയിരിക്കും. കാർണിവർ പിന്നെ ഇടക്കൊച്ച് മുടങ്ങുകയും ചെയ്യും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റന്നാളത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇന്ന് നാളെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ കുറേയേറെ കുഴപ്പമായി പോകും. ചെയ്യണ്ടെന്നുള്ള ഡൗട്ടിലാണ് എന്ത് ട്രെയിനറിനെ കാണുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്ന ആൾക്കാർ. മാനേജർ. ഞാൻ 10,000 calories സ്റ്റാർബക്സ് കഴിക്കാന്ന് വിചാരിക്കുന്നു നാളെ. സ്റ്റാർബക്സാ? അതെ. ഈ 60 ദിവസം കൊണ്ട് ഈ ശരീരം ഇത്ര സെറ്റ് ആക്കിയിട്ട് കളയാൻ പോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ വീഡിയോ എടുക്കണ്ടേ? അപ്പൊ നാളത്തേക്ക് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച സെറ്റ് ബാക്ക്, പിന്നെ ഫോമിലായിരിക്കും. അതാ 90 ദിവസം കൂടി, ഇനി 30 ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ അടുത്ത ചാലഞ്ച് തുടങ്ങി ചെയ്യാം. ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അല്ലെങ്കിലും ആവും ഞാൻ നാളെ ചെയ്താലും. പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യം, ഒരു മടി. ഇത്ര വന്നിട്ട് ഇനി പക്ഷെ നല്ലൊരു വീഡിയോ ആയിരുന്നു. ഒരു 6-7 ലക്ഷം വ്യൂസ് ഉള്ള, ഒരു 10 ലക്ഷം വ്യൂസ് ഉള്ള മിനിമം വീഡിയോ സ്റ്റാർബക്സ്. ഞാൻ യോജിക്കുന്നില്ല. ഈ വർഷം എനിക്ക് 1 കോടി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ ഇനി 10 ലക്ഷം വ്യൂസ് ഉള്ള ഒരു വീഡിയോ കളയുന്നത് ശരിയാകത്തില്ല. കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് കിണറ്റിലെ വെള്ളത്തിൽ ക്രിയാറ്റിനും കലക്കി കുടിച്ചിട്ട് നീ ഇത് ചെയ്യുന്നത് ശരിയായിട്ടെന്ന് ഞാൻ പറയത്തില്ല. കിണറ്റിലെ വെള്ളത്തിൽ ക്രിയാറ്റിൻ ഒരു പരിധി വരെയൊക്കെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ആണല്ലേ? നമ്മള് കുറെ ഗുരുജീനെ കണ്ട് പഠിക്കുന്നത്. നാളെ സ്റ്റാർബക്സിലെ കോഫിയിൽ ക്രിയാറ്റിൻ കലക്കി കുടിച്ചാലേ? കോഫിക്കകത്ത് അത് നല്ലൊരു ഐഡിയ. ആണല്ലേ? നല്ല ഐഡിയ ആയിരിക്കും. ക്രിയാറ്റിൻ പരമാവധി എവിടെ കലക്കാൻ പറ്റും അവിടെ കലക്കി കുടിക്കുന്നത് നല്ലതാ. എന്റെ അഭിപ്രായത്തിൽ ക്രിയാറ്റിൻ മാത്രം കലക്കി കുടിക്കുന്നത് നല്ലത്. രാവിലെ വൈകിട്ടും ക്രിയാറ്റിൻ കുടിച്ചാൽ നല്ലത് തന്നെയാ. ഉറങ്ങുമ്പോൾ എഴുന്നേക്കുമ്പോഴൊക്കെ ഒരു പൗഡർ എടുത്ത് എണ്ണാക്കി അടിച്ചു. ഞാൻ ഇപ്പൊ എണ്ണാക്കി അടിച്ചിട്ട് വന്നേ ഉള്ളൂ. ആട്ടിയല്ലേ? ഞാൻ നാട്ടി നടക്കുക. പൗഡറിന് വരെ മുഖത്തോട്ട് ഇട്ട് നോക്കിയാലേ ഇനി. പക്ഷെ പെട്ടെന്ന് വെളുത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഡൗട്ട് അടിക്കത്തില്ല. മുഖത്തും മസിൽ വരട്ടാ, കവിളൊക്കെ. അത് ശരിയാ, നല്ലൊരു അഭിപ്രായമാണ്. കുറെ ആൾക്കാർ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും ചെറിയ സ്റ്റെപ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. ഈ ക്രിയാറ്റിൻ കലക്കുന്ന കറക്റ്റില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെയൊക്കെ ഞരമ്പ് വരണ്ടത് ഇങ്ങനെ. ഇവിടെ വാസ്കുലാരിറ്റി വരേണ്ടതാണ്. എന്റെ അളവ് തെറ്റിപ്പോയതുകൊണ്ടാണ് ഞാൻ 2-3 കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. അപ്പൊ ഇന്ന് കുറച്ച് സീക്രട്സ് ഓഫ് ബോഡി ബിൽഡിംഗ് ഞാൻ പറഞ്ഞു തരും. ഞാൻ സ്വന്തമായിട്ട് ഫോളോ ചെയ്യാത്ത. ഇന്ന് നമുക്ക് പുള്ളപ്പ് അല്ല മസിലപ്പ് ചെയ്യാം. കുറെ നാളായി. പറ്റില്ല ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഇപ്പൊ പൊങ്ങിയാലോ?
Almost there, man. Almost. Just barely. എന്റെ ചെറുക്കൻ ഇപ്പൊ അവനെ കൊണ്ട് ചെയ്യരുത്. ഏത് ചെറുക്കൻ? മറ്റേ സ്കെൽറ്റ്. സ്കെൽറ്റാ? സ്കെൽറ്റ് പിള്ളേർക്കൊക്കെ പറ്റും. ഇതൊക്കെ ബോഡിയൊക്കെ വെച്ചിട്ട് മസിലായിട്ട് ചെയ്യാൻ പറ. നീ ബാൻഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ട്രെയിനർ ചെയ്യാൻ പോവുകയാണ്. ആ ബാൻഡുമായിട്ട് താഴ്ത്തി വീഴുന്നത്. എന്തുവാണ്? ഇവന് വലിയ എളുപ്പമാണ്. നോക്കി വലുതായിട്ട് ട്രാവൽ ഒന്നും ചെയ്യണ്ട. ഒരു പ്രൊഫഷണൽ പവർ ലിഫ്റ്ററിന് വേണ്ടത് ഇങ്ങോട്ട് നോക്കി ഹമ്പാണ്. ഹമ്പ് ദേ അങ്ങനെ ഒരു ഹമ്പ് ഉണ്ടെങ്കിൽ ബാർ താഴത്തോട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുട്ടും. കുറച്ചുകൂടി മുമ്പിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ടേ ആക്കണ്ട. വോയിസ് കമന്റ്സിനകത്ത് ഞാൻ കണ്ടു ഇവൻ എവിടുത്തെ കോപ്പിലെ ട്രെയിനാണെന്നൊക്കെ പറയുന്നു. എല്ലാം പറയണ്ട. മൈക്ക് എൻ്റെ കയ്യിലായിരിക്കും. ആർക്ക്? ഇതൊക്കെ നീ വെറുതെ അടിപേടിച്ച് കിട്ടും കേട്ടോ. നീ കളിക്കൂലായിരുന്നോ? ട്രെയിനറിന് ഫീൽ ആയിരുന്നു. ഞാൻ ഇറങ്ങി മാറുന്നതിനകത്തുനിന്ന്. പവർ ലിഫ്റ്റിങ്ങിനുള്ള ആ പ്ലസ് പോയിന്റ് എല്ലാം പോകും. ഇതൊക്കെ ചെയ്താ വിട്ടുകളാ. ആ ബൈസെപ്സ് ഒക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് മോനെ. നാളെ കൊണ്ട് കുളമാക്കണമെന്ന് അറിയത്തില്ല. വെയിൻ കാണുന്നു കേട്ടോ എൻ്റെ ഷോൾഡറിൽ. ഇത് നാളെ ഡയറ്റ് മുറിക്കണോ ഇല്ലയോ പറയൂ. ചെസ്റ്റ് ഡെവലപ്പ് ആയ ബോയ്സ്, ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ലൈഫ്. ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ടേക്ക് കെയർ, ഹാവ് ഫൺ, സീ യു, പീസ്.